ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു കാല് എനിക്ക് ശരിക്കും താഴെ കുത്തി നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്കും സിവിയർ പെയിനായിരുന്നു എനിക്ക്. മെഡിസിൻസിൻ്റെ ഡോസ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഹെവി ആയിട്ടുള്ള പെയിൻ ഫസ്റ്റ് പോലെ തന്നെ പിന്നെ സ്റ്റാർട്ട് ആയിരുന്നു. വെൽഫെയറിൻ്റെ ടീമിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. എന്താ വെച്ചാൽ എൻ്റെ കരിയർ തന്നെ എനിക്ക് പോകുമെന്നുള്ളൊരു പേടിയിലാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ പേര് അജിത. ഞാൻ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നതാണ്. എനിക്കിപ്പോൾ ഈ നടുവേൻ്റെ പ്രശ്നമായിട്ട് കുറേ കാലമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിലായിരുന്നു. കുറേ മെഡിസിൻസൊക്കെ എടുത്താലും എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മെഡിസിൻസിൻ്റെ കൺട്രോളിൽ എനിക്ക് ആ പെയിൻ റിലീവ് ആകുമെന്നല്ലാണ്ട് മെഡിസിൻസിൻ്റെ ഡോസ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഹെവി ആയിട്ടുള്ള പെയിൻ ഫസ്റ്റ് പോലെ തന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. തീരെ നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫേസ്ബുക്കിൽ എനിക്ക് വെൽഫെയറിൻ്റെ എനിക്ക് കാണാൻ പറ്റിയത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു നല്ലൊരു മാമിനെ കണ്ട് സംസാരിച്ചപ്പോഴും ഒരു കോർഡിനേറ്റേഴ്സിനെ എല്ലാവരും കണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻറ്റും തന്ന് ബെറ്റർ ആവും എന്ന് പറഞ്ഞ് എനിക്ക് നല്ലൊരു ബലം തന്ന് കൂടെ നിന്നത്. അപ്പോൾ ഇത്രയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. എനിക്കിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു കാല് എനിക്ക് ശരിക്കും താഴെ കുത്തി നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞൊണ്ടിയാണ് വന്നത് ഞാനിവിടെ. അത്രയ്ക്കും സിവിയർ പെയിനായിരുന്നു എനിക്ക് ഡിസ്കിൽ L5 കംപ്രഷൻ ഡിസ്ക് ബൾജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെനിക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു പെയിൻ പറ്റ മാറി നല്ലപോലെ നടക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും വെൽഫെയറിൻ്റെ ടീമിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. എന്താ വെച്ചാൽ എൻ്റെ കരിയർ തന്നെ എനിക്ക് പോകുമെന്നുള്ളൊരു പേടിയിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഒരു ടീമായാലും ശരി നല്ലൊരു എന്നോട് സംസാരിക്കലും എല്ലാം ചെയ്തതും നല്ലൊരു സപ്പോർട്ട് തന്ന് ഇത്രയും മുന്നോട്ട് പോയതിന് അവർ വെൽഫെയറിൻ്റെ ടീമിനും സാധ്യ മാമിനും ദീപ്തി മാമിനും എല്ലാവരോടും എൻ്റെ ഹാർട്ട്ലി താങ്ക്സ് വെൽഫെയർ ടീംസ്. താങ്ക് യു.